ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരം, തട്ടൈ. എനിക്ക് തോന്നുന്നത് തമിഴരുടെ ഒരു പലഹാരമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഈ തട്ടൈ എന്നൊക്കെ വന്നത്. തട്ടൈ. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയാം. ഒരു 1.5 കപ്പ് അരിപ്പൊടി, പരിപ്പ്, തോരപ്പരിപ്പും ഉഴുന്ന് പരിപ്പും കൂടെ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്, 1/4 കപ്പ് തോരപ്പരിപ്പ് വെള്ളത്തിലിട്ട് കൂത്തു വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇത് 1/4 ടീസ്പൂൺ, ഇതൊരു 1.5 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ എള്ള്, ആവശ്യത്തിന് ഉപ്പ്. ഈ തട്ടയ്ക്ക് വേണ്ട സംഗതികൾ. അപ്പോൾ ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിപ്പൊടിയും ഇതും ഈ പരിപ്പിൻ്റെയും ഉഴുന്ന് പരിപ്പ് അരപ്പ് അത് അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതും ഈ പൊടികളും ജീരകം, എള്ള്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ചപ്പാത്തി മാവ് പോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അതങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ അതിനേക്കാളും കൊച്ചു ബോൾസ്, പൂരിയേക്കാളും കൊച്ചു ബോൾസ് ഉണ്ടാക്കിയിട്ട് അത് പരത്തി എടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ചുമ്മാ പരത്തുമ്പോൾ ഇതുപോലെയൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഈ കറക്റ്റ് വട്ട ഷേപ്പൊക്കെ കിട്ടിയത് ഞാനൊരു വട്ടം വെച്ച് കട്ട് ചെയ്താണ് വറുത്തെടുക്കുക. പപ്പട പോളി ഉണ്ടാക്കണ പോലെ വറുത്തെടുക്കുക. നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഏത് എണ്ണയാണേലും ഉപയോഗിക്കാം. ഈ സൺഫ്ലവർ ഓയിലാണേലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ 6 എണ്ണം വെച്ചാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ ഇടാം. ഈ കളറാകുമ്പോൾ കോര ഇടയ്ക്കൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരുമാതിരി കോരാവുന്ന കളറായിട്ടുണ്ട്. അടുത്ത ഇടാം. നമ്മുടെ തട്ടയൊക്കെ കോരി ഒരു പേപ്പറിൽ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ തട്ടൈ. താങ്ക് യു.